ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഒരു കാളൻ്റെ റെസിപ്പിയാണ്. ഏത്തപ്പഴവും മുന്തിരിയും വെച്ചിട്ടാണ് കേട്ടോ ഈ മധുരക്കാളൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തപ്പഴവും ഒരു പിടി കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. സീഡ്ലെസ് മുന്തിരിയാണ് കേട്ടോ എടുക്കേണ്ടത്. കറുത്ത മുന്തിരി കുരു ഇല്ലാത്തതാണ് എടുക്കേണ്ടത്. പിന്നെ ഏത്തപ്പഴം 2 എടുത്തിട്ടുണ്ട്. അധികം പഴുപ്പെത്താത്ത ഏത്തപ്പഴമാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഒത്തിരി പഴുത്തുപോയ ഏത്തപ്പഴം എടുക്കരുത്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ പുഴുങ്ങാനൊക്കെ എടുക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിലുള്ള ഏത്തപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മുന്തിരി ഒരു പിടി മുന്തിരിയുടെ ആവശ്യമുള്ള ഒരു 10-25 എണ്ണം അത്രയും മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3-4 വെളുത്തുള്ളി, 3-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയൊക്കെയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ ഒരു കഷ്ണം ശർക്കര വേണം കേട്ടോ. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ്. ഞങ്ങളിവിടെ പാക്കറ്റിലാണ് തേങ്ങ മേടിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് തേങ്ങ, ഒരു ഹാഫ് പാക്കറ്റ് മതി കേട്ടോ. പിന്നെ യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ശർക്കര കൂടി വേണം കേട്ടോ, അത് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുന്തിരി നമ്മൾ കട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ മുഴുവനെ തന്നെയാണ് മുന്തിരി ഇടുന്നത്. ഏത്തപ്പഴം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ പച്ചക്കായ വെച്ചിട്ട് കാളൻ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാനൊരു ഹാഫ് പാക്കറ്റ് തേങ്ങയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിതിവിടെ നന്നായിട്ട് അരച്ച് കലക്കി വെച്ചിരിക്കുന്ന തൈരാണ് കേട്ടോ. യോഗട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിനധികം പുളിയില്ല. നാട്ടിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ ശർക്കര ഞാൻ പറഞ്ഞില്ല, ഒരു കഷ്ണം ശർക്കര ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. അതും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിനി കാളൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി കെട്ടിയാൽ മതി, ഒത്തിരി മൂക്കണ്ട. ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി മൂത്ത് പോകണ്ട, ഒന്ന് വാടി കെട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിയെല്ലാം പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാതെ നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്ക് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഏത്തപ്പഴം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുന്തിരി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ കുറച്ച് സോൾട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏത്തപ്പഴം ഒരു 1/4 വേവാകുമ്പോഴാണ് നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങാരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ യോഗട്ടും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല തിൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഏത്തപ്പഴം ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴവും മുന്തിരിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കണം. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാരപ്പ് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
പിന്നെ നമ്മൾ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. തേങ്ങാരപ്പൊക്കെ അത്യാവശ്യം തിളച്ച് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലോട്ട് യോഗട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ട് യോഗട്ട്. നമ്മൾ നേരത്തെ ഇതൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് ഞാൻ കലക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ആ യോഗട്ട് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി നേരോട്ട് ഇളക്കി മറയ്ക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ശർക്കര പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം, ഒത്തിരി തിളയ്ക്കേണ്ട. ഒന്ന് കൊമ്മള പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കണം. ഒത്തിരി തിളച്ച് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറിയുടെ ഭംഗിയും ടേസ്റ്റൊക്കെ മാറിപ്പോവും. നമ്മൾ നോക്കി നിന്ന് തന്നെ ഇത് ഓഫ് ചെയ്യണം. ചെറുതായിട്ട് തിളച്ച് പൊന്തി വരുമ്പോഴേ നമ്മൾ കറി ഓഫ് ചെയ്ത് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചൊഴിക്കണം. നമ്മൾ ഈ കറി നെയ്യിലാണ് കേട്ടോ താളിച്ചൊഴിക്കുന്നത്. ഇത് നെയ്യിൽ തന്നെ നമ്മൾ താളിച്ചൊഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. ഈ താളിപ്പിലാണ് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത്. നമുക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് കോക്കനട്ട് ഓയിലിൽ താളിച്ചൊഴിക്കാം, പക്ഷേ നെയ്യിൽ തന്നെ ഇത് താളിച്ചൊഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഞാനൊരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3-3.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചൂടായി കഴിയുമ്പോൾ, ഉലുവ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ, നമ്മുടെ കറിവേപ്പില ഇടുമ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് നമ്മുടെ ദേഹത്തോട്ടൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് പുറത്തോട്ടേക്ക് പൊട്ടിത്തെറിച്ച് വീഴില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ടിപ്പാണ്, നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്താൽ നമുക്കത് പൊട്ടിത്തെറിക്കില്ല. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാതിരിക്കും. കറിവേപ്പില ഉണക്കമുളകും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇതെല്ലാവരും കൂടെ കാച്ചി ഒഴിക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിരിക്കും കേട്ടോ നെയ്യിൽ ഇങ്ങനെ കാച്ചി ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഓണത്തിനും വിഷുവിനും അതുപോലെ സദ്യകൾക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി മധുരക്കാളൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഏത്തപ്പഴവും മുന്തിരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ കാളൻ റെഡിയാക്കി നോക്കണേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ഹാപ്പി ഓണം.